വിഷുവായിട്ട് കുറച്ച് പടക്കം മേടിച്ചുകൊണ്ട് വന്ന് സന്തോഷത്തോടെ പടക്കം പൊട്ടിക്കാനായിട്ട് എല്ലാവരോടും ചേർന്ന് സന്തോഷത്തോടെ ഹാപ്പിയായിട്ട് വിഷു ആഘോഷിക്കാൻ നിന്ന ചെറുപ്പക്കാരൻ്റെ നെഞ്ചിലേക്ക് ഒരു അലൂമിനിയം പാത്രത്തിൻ്റെ പീസ് തുളച്ച് കയറി അവൻ്റെ ശിരസിലേക്കുള്ള, അവൻ്റെ ബ്രെയിനിലേക്കുള്ള ഞരമ്പ് കട്ടായി. മരണശേഷവും ബ്ലീഡിങ് തുടർന്നുകൊണ്ടേയിരിക്കുന്നെന്നായിരുന്നു ന്യൂസ് റിപ്പോർട്ട് ചെയ്തത്. മരണശേഷവും, മരിച്ചു കഴിഞ്ഞ് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ബ്ലീഡിങ്, ചോര ഇങ്ങനെ ഒലിച്ചുകൊണ്ടേയിരിക്കുന്നെന്നാണ് പറഞ്ഞത് ആ 16 വയസ്സുള്ള ചെറുപ്പക്കാരൻ്റെ ശരീരത്തിൽ നിന്ന്. കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എനിക്ക് ഭയങ്കര, ശരിക്കും പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് വളരെ വിഷമമായിപ്പോയി. കാരണം എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷിച്ച് ആഘോഷിച്ച് നിൽക്കുന്ന ഒരു ആഘോഷവേളയിൽ ഒരു പടക്കം പൊട്ടിക്കാനായിട്ട്, ഒരു പരീക്ഷണം നടത്താനായിട്ട് ഒരു അലൂമിനിയം പാത്രം എടുത്ത് ആ പടക്കത്തിൻ്റെ മുകളിലേക്ക് കമഴ്ത്തിയ കുട്ടിക്ക് അവൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത ഒരു ക്രൂരമായ മരണമാണ് ലഭിച്ചത്. ഇതിൻ്റെ ഉത്തരവാദികൾ ആരാണ്? ഇതിന് ഉത്തരവാദികളുണ്ട്, ശരിക്കും ഇതിന് ഉത്തരവാദികളുണ്ട്. നമ്മൾ ആ കുട്ടിക്ക് പറ്റിയ ഒരു കയ്യബദ്ധമാണ് എന്ന് പറഞ്ഞ് ഇതിനെ തള്ളിക്കളയുന്നതിന് മുമ്പ് ചിന്തിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ യഥാർത്ഥ ഉത്തരവാദികൾ എന്ന് പറഞ്ഞാൽ ഈ നിയമവും നമ്മളുടെ സോഷ്യൽ മീഡിയയുമാണ്. യൂട്യൂബ് പോലുള്ള ചാനലുകളിൽ ഇത്തരം ഷോർട്സുകൾ, വീഡിയോസുകൾ കണ്ടിട്ട് കുട്ടികൾ നടത്തുന്ന പരിശ്രമം, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന അനുകരിച്ച് അവർ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അവരെ വലിയ ദാരുണമായ അപകടത്തിലേക്കും മരണത്തിലേക്കും എത്തിക്കുന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇന്നലെ നമ്മൾ അറിഞ്ഞ ആ ഒരു വാർത്ത. 16-കാരന് ദാരുണാന്ത്യം പടക്കം പൊട്ടിച്ചിട്ട്. ഇതിന് ഉത്തരവാദികൾ ആരാണിപ്പോൾ? നമുക്കറിയാം, കുട്ടികളെ അപകടത്തിൽപ്പെടുത്തുന്ന ഡൽഹി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പെൺകുട്ടിയെ, അഭയ കേസ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു പെൺകുട്ടിയെ ബസ്സിനുള്ളിലിട്ട് വളരെ ക്രൂരമായി പീഡിപ്പിച്ച് ആശുപത്രിയിൽ വെച്ച് ആ കുട്ടി മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ ഒരൊറ്റ കേസിലാണ് സൺഫിലിം എന്ന് പറയുന്ന സാധനം വാഹനങ്ങളിൽ ഇനി വെക്കാൻ പാടില്ല എന്നുള്ളൊരു നിയമം കൊണ്ടുവന്നത് ഗവൺമെൻറ്. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ എന്തുകൊണ്ടാണ് ഒരൊറ്റ കാരണം, ഒരു ദാരുണമായ ഒരൊറ്റ സംഭവത്തിൽ ഇത്രയും വലിയൊരു നിയമം പാസ്സാക്കണമെങ്കിൽ എന്തുകൊണ്ട് ഇപ്പോൾ പല ആവർത്തിയായി സോഷ്യൽ മീഡിയ പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ഓരോ വീഡിയോസ് കണ്ടിട്ട് കുട്ടികൾ ഓരോ പ്രവൃത്തികൾ ചെയ്ത് മരണത്തിന് കീഴടങ്ങാൻ തുടങ്ങിയിട്ട് കുറേ കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. വാഹനങ്ങൾ ഓവർ സ്പീഡിൽ ഓടിക്കുക, അപ്ലോഡ് ചെയ്യാനായിട്ട്, വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് വാഹനങ്ങൾ ഓവർ സ്പീഡിൽ ഓടിക്കുക, എന്നിട്ട് പോയി വാഹനം ഇടിപ്പിക്കുക, കെട്ടിത്തൂങ്ങുന്നതായിട്ട് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാനായിട്ട് കെട്ടിത്തൂങ്ങുന്നതായിട്ട് വീഡിയോ എടുക്കുക, ലാസ്റ്റ് മരണപ്പെടുക, വെള്ളത്തിലോട്ട് ചാടി നീന്തുന്ന പരിപാടി കാണിക്കുക, എന്നിട്ട് ലാസ്റ്റ് അതും മരണത്തിന് കീഴടങ്ങുക. ട്രെയിനിൻ്റെ സൈഡിൽ വരുന്ന വാഹനം, ട്രെയിൻ ഓടി വരുമ്പോൾ അതിൻ്റെ സൈഡിൽ നിന്നുകൊണ്ട് ഫോട്ടോ, വീഡിയോ എടുക്കാനായിട്ട് ശ്രമിച്ചിട്ട് ട്രെയിൻ തട്ടി എത്രയോ വീഡിയോസ് നമ്മൾ കണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിനൊന്നും ഈ രാജ്യത്ത് നിയമമില്ലേ? ഇത്തരം വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുള്ള അനുമതി ആരാണ് കൊടുക്കുന്നത്? ഇത്തരം വീഡിയോസ് അനുമതി കൊടുത്താൽ ഇത്തരം അപകടം വരുത്തിവെക്കുന്ന, സമൂഹത്തിലും അല്ലെങ്കിൽ ആളുകളുടെ ജീവന് ഹാനി വരുത്തിവെക്കുന്ന വീഡിയോകൾ എടുക്കുകയും, ഇത് ആത്മഹത്യക്ക് തുല്യമാണ് ഇത്തരം വീഡിയോസ് എടുക്കുകയും അത് അപ്ലോഡ് ചെയ്യാനുള്ള പെർമിഷനും കൊടുക്കുന്നവർക്കെതിരെ കേസ് എടുക്കണമെന്നുള്ളതാണ് എൻ്റെ ഒരു, എന്താ പറയുക, എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. നമുക്കറിയാം, ഹെൽമെറ്റ് വെച്ചില്ല എന്നുണ്ടെങ്കിൽ 500 രൂപ പെറ്റി കിടക്കും. എൻ്റെ തല, എൻ്റെ വണ്ടി, അല്ലേ? ഞാൻ റോഡിൽ ടാക്സ് അടച്ചിട്ട് ഓടിക്കുന്നു. എൻ്റെ തലയിൽ ഞാൻ ഹെൽമെറ്റ് വെച്ചില്ല എങ്കിൽ ഞാൻ ഗവൺമെൻറ്റിന് 500 രൂപ കൊടുക്കണമെന്ന് പറയുന്ന ഈ നാട്ടിൽ ഇത്തരം കുട്ടികളെ വശീകരിക്കുന്ന, ഇത്തരം കുട്ടികളെ ഈ പറയുന്ന അപകടത്തിലേക്ക് തള്ളിവിടുന്ന ഒരുപാട് വീഡിയോസും ഇത്തരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും എന്തുകൊണ്ട് ഗവൺമെൻറ് നിർത്തലാക്കുന്നില്ല? ഞാൻ പറയുന്നത് യൂട്യൂബ് പോലുള്ള ചാനലുകൾ നിർത്തലാക്കണമെന്നോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പോലുള്ള സോഷ്യൽ മീഡിയകൾ നിർത്തലാക്കണമെന്നോ അല്ല ഞാൻ പറഞ്ഞത്. ഇത്ര അപകടം വരുന്ന തരത്തിലുള്ള വീഡിയോസ്, തെറ്റിദ്ധരിപ്പിക്കുന്ന വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നവർക്കെതിരെ നിയമ നടപടി എടുക്കുകയോ അല്ലെങ്കിൽ അത്തരം വീഡിയോസ് അപ്ലോഡ് ചെയ്യാതിരിക്കുകയോ ചെയ്യുന്ന ഒരു നടപടി എന്തുകൊണ്ട് നിയമം എടുക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് അവർ ചെയ്യുന്ന ആ തെറ്റിൻ്റെ, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന അത്രയും വലിയ അപകടത്തിൻ്റെ ആഴം അറിയാതെ സ്ക്രീനിൽ നോക്കി കണ്ടിട്ട് അവർ പോയി ഇത്തരം പ്രവണതകൾ ചെയ്ത് മരണപ്പെടുകയാണ്. ഇതിനാരാണ് ഉത്തരവാദി? 16 വയസ്സുള്ള ഒരു കുട്ടിയുടെ നെഞ്ച് പൊളിച്ച് അകത്തോട്ട് കയറിയ ആ ഒരു ചീള്, അത് അവിടെ ഇരുന്നിട്ട് അവൻ മരിച്ച് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും അവൻ്റെ ശരീരത്തിലൂടെ ബ്ലഡ് ഒഴുകുന്നെന്ന് പറഞ്ഞാൽ ഇത്തരം ദാരുണമായൊരു സംഭവം പോരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു നിയമം കൊണ്ടുവരാൻ? ഇനി ദയവ് ചെയ്ത്, അല്ലെങ്കിൽ ഇത്തരം വീഡിയോകൾ അക്സെപ്റ്റ് ചെയ്യുന്നതല്ല എന്നുള്ളൊരു നിയമം എന്തുകൊണ്ട് വരുന്നില്ല? ഇപ്പോഴും ഏതെങ്കിലും തരത്തിൽ ഒരു അപകടകരമായ ഒരു വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്താൽ അപ്ലോഡ് ആകുമെന്നുള്ളതാണ് സത്യം. ഇൻസ്റ്റയിലായിക്കോട്ടെ, ഫേസ്ബുക്കിലായിക്കോട്ടെ, യൂട്യൂബിലായിക്കോട്ടെ, അത് അനുവദിക്കുന്നതല്ല എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് എത്തി നോക്കിയേ. പിന്നെ പിള്ളേർ അങ്ങനെയുള്ള വീഡിയോ എടുക്കാൻ ശ്രമിക്കില്ല. കാരണം എടുത്തിട്ട് എന്തിനാണ്, എവിടെ അപ്ലോഡ് ചെയ്യാനാണ്? പക്ഷേ ഇങ്ങനെ ഒരു തുറന്ന പ്ലാറ്റ്ഫോം കിടക്കുമ്പോൾ ആളുകൾ ജീവൻ പണയം വെച്ചും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യും. നഷ്ടം ആർക്കാണെന്നറിയാമോ? ആ കുട്ടിക്ക്, ആരാണോ മരണപ്പെട്ട അവന് മാത്രമാണ്. ഈ ലോകത്ത് അവൻ ഒരുപാട് ജീവിതത്തിൽ ജീവിതം കാണേണ്ടവനാണ്.
ഒരുപാട് സ്ഥലത്ത് ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരേണ്ടവൻ ഇതുപോലുള്ള നിസ്സാര കാര്യങ്ങൾ ചെയ്ത് ഒരു നേരത്തെ സുഖത്തിന് വേണ്ടി സ്വന്തം ജീവൻ കൊടുക്കുന്ന ഒരവസ്ഥ. പക്ഷേ തിരിച്ചറിവുള്ള ഒരു ജനതയും ഒരു ലോകവും ഉണ്ടായിട്ട് അതിന് തടയിടാൻ പറ്റുന്നില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ വളരെ 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 മോശമായ വേദനാജനകമായ ഒരു അവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ നടന്നു പോകുന്നത്. ഇതൊന്നും ആർക്കും കണ്ണിക്കാഴ്ചയല്ല, ഇതൊന്നും ആർക്കും കേൾക്കണ്ട, ഇതൊന്നും കേൾക്കാൻ ആർക്കും സമയമില്ല. 4 വയസ്സുള്ളൊരു കുട്ടി മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതൊന്നും ആർക്കൊരു 16 വയസ്സുള്ളൊരു കുട്ടി മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതൊന്നും ഈ നാട്ടിൽ ഒരു വിഷയമേ അല്ല എന്ന് ഉള്ളതാണ് ഏറ്റവും വലിയ സത്യം. പക്ഷേ ഇതിനൊക്കെ ഒരു തടയിടണം. ആ നഷ്ടപ്പെട്ട ആ കൊച്ചിൻ്റെ, ആ 16 വയസ്സുള്ള കൊച്ചിന് അവനറിയില്ല അവൻ ചെയ്തത് എന്താണെന്നുള്ളത്. പക്ഷെ അവൻ്റെ ജീവൻ പോയി. ഇനിയെങ്കിലും ദയവ് ചെയ്ത് ഇത്തരം വീഡിയോസുകൾ അപ്ലോഡ് ആകാതിരിക്കട്ടെ സോഷ്യൽ മീഡിയയിൽ. പിന്നെ ഈ ചെയ്യുന്ന ചെറ്റകളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എടാ തെണ്ടികളെ, നീയൊക്കെ ചെയ്തോ, പക്ഷേ നീയൊക്കെ ഉണ്ടാക്കി വെച്ച് സോഷ്യൽ മീഡിയ ഇട്ട് കഴിഞ്ഞാൽ 10, 12, 13 വയസ്സുള്ള പിള്ളേരത് കണ്ട് അനുകരിച്ചിട്ട് അവരുടെ ജീവൻ പോവും. നീയൊക്കെ കോപ്രായം കാണിച്ച് കഞ്ചാവ് അടിച്ച്, നീയൊക്കെ ഈ പറയുന്ന പോലെ മയക്കുമരുന്നൊക്കെ അടിച്ച്, പിന്നെ ഈ പറയുന്ന വേണ്ടാതിനെ കാണിച്ച് പടക്കത്തിൻ്റെ മുകളിൽ അലുമിനിയം പാത്രവും നിൻ്റെയൊക്കെ ആസനം വരെ കയറ്റി വെച്ച് പൊട്ടിക്കുന്ന ആ ഒരു പ്രവണതയില്ലേ, നീയൊക്കെ കഞ്ചാവിൻ്റെ ബലത്തിലും കഞ്ചാവ് പിന്നെ തലക്ക് പിടിച്ചും മയക്കുമരുന്നൊക്കെ അടിച്ച് വേദന പോലും അറിയാത്ത സാഹചര്യത്തിലിരുന്നുകൊണ്ട് നീയൊക്കെ ചെയ്യുന്ന ആ ചെറ്റത്തരമുണ്ടല്ലോ, അത് കണ്ടിട്ട് നീയൊക്കെ എഡിറ്റ് ചെയ്ത് കയറ്റുന്ന വീഡിയോ കണ്ടിട്ട് നിരപരാധികളായ പിഞ്ചു കുഞ്ഞുങ്ങൾ അവരത് അനുകരിച്ചിട്ട് അവരുടെ ജീവൻ നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന നാറികളോട് എനിക്ക് പറയാനുള്ളത്, നീയൊക്കെ കഞ്ചാവ് അടിച്ച് എന്ത് കോപ്രായ്മകളിലും കാണിച്ചിട്ട് നീയൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്ത് പാവങ്ങളുടെ ജീവൻ എടുക്കാതെ നീയൊക്കെ ഏതെങ്കിലും കാട്ടിലോ മെഡിലോ പോയി എന്ത് കോപ്രായ്മകളിലും കാണിച്ചു. കാരണം എന്തായാലും നമ്മുടെ നിയമമോ അല്ലെങ്കിൽ ഇതുപോലുള്ള സോഷ്യൽ മീഡിയയോ അവർക്ക് പണം ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്താ പറയുക നിരോധിക്കത്തില്ല, അക്സെപ്റ്റ് ചെയ്യാതിരിക്കത്തില്ല. പക്ഷേ നീയൊക്കെ ഈ കഞ്ചാവ് അടിക്കുന്ന നിന്നോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നീയൊക്കെ എങ്കിലും മനസ്സിലാക്കി, നീയൊക്കെ ഇത്തരം കോപ്രായങ്ങൾ നിൻ്റെയൊക്കെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ബൈക്ക് 100 പോയിട്ട് അത് വീഡിയോ എടുത്തിടുമ്പോൾ ഓർക്കേണ്ടത് ചിലപ്പോൾ നിനക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും, പക്ഷെ അത് കാണുന്ന ചിലപ്പോൾ ഒരു പാവപ്പെട്ടവനുണ്ടാവില്ല, അവൻ്റെ പ്രായം നിന്നെയൊക്കെ പോലെ തന്നെയാണ്. ഒരുപക്ഷെ അവനതിന് ശ്രമിക്കും, അവൻ ചിലപ്പോൾ മരണത്തിന് കീഴടങ്ങും. ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടത്തില്ലായിരുന്നു. ഓക്കെ, ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് അഭിപ്രായം രേഖപ്പെടുത്തും. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നെ 2 കാര്യം പറഞ്ഞു, എനിക്ക് കുഴപ്പമില്ല.